സിയോൾ നഗരത്തിലെ ഒരു ഗ്രാമപ്രദേശമാണിത്. ഇവിടുത്തെ റോഡുകൾ തന്നെ എന്ത് വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്നു എന്ന് നോക്ക്. റോഡെല്ലാം നല്ല സെൻട്രൽ ലൈൻ വെച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് ആളുകൾക്കുള്ള പെഡസ്ട്രിയൻ ക്രോസിംഗ്സ് എല്ലാം വെച്ച് റോഡിൽ പോലും ഇതിലെ കൂടിയൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്ങാനും ഒരു സൈക്കിൾ എങ്ങാനും പോയാലായി. എന്നിട്ടും എന്ത് വൃത്തിയായിട്ട് ഇവിടുത്തെ റോഡുകൾ ചെയ്തിരിക്കുന്നു. റോഡുകൾ അതുപോലും സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഗട്ടറെന്ന് പറയുന്ന സാധനം കാണാനേ ഇല്ല. ഇത് മെയിൻ റോഡ്. നമ്മുടെ നാട്ടിൽ സിറ്റിയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ മെയിൻ റോഡെല്ലാം ട്രാക്ക് തിരിച്ച് മീഡിയൻസൊക്കെ വെച്ച് യെല്ലോ മീഡിയൻ സെപ്പറേഷൻസൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡുകൾ പോലും നമുക്ക് ഫുട്പാത്ത് കാണാൻ കഴിയും. ഇതിലെ മനുഷ്യർ നടക്കണമെങ്കിൽ സുഖമായിട്ട് റോഡിൽ കൂടെ നടക്കാം. എന്നാലും മനുഷ്യർക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ ഫുട്പാത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ സൈക്കിൾ ട്രാക്ക് മാത്രമേ ഇല്ലാതെ ഉള്ളൂ, കണ്ടോ. പക്ഷേ മെയിൻ റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ സൈക്കിൾ ട്രാക്കുണ്ട്. പച്ച നിറത്തിൽ കാണുന്നതാണ് ആളുകൾക്ക് നടക്കാനുള്ളത്. അതിൻ്റെ അപ്പുറത്തുള്ളത് സൈക്കിൾ ട്രാക്കാണ്, സൈക്കിൾ ചവിട്ടിപ്പോവാം. നമ്മുടെ നാട്ടിലാണെങ്കിൽ സൈക്കിളുകാരനും കാൽനട യാത്രക്കാരനും ഓട്ടോറിക്ഷക്കാരനും പിന്നെ വഴിയോര കച്ചവടക്കാർ എല്ലാം റോഡിൽ എന്തൊരു ബഹളമാണ് കാണിച്ചു കൂട്ടുന്നത്. ഇതിന് നാട്ടുകാരല്ല ഉത്തരവാദികൾ. ഇതിന് ഉത്തരവാദികൾ നമ്മുടെ നാട്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളാണ്. ഇത്തരം ജോലികൾ ഉത്തരവാദിത്തോടെ ചെയ്ത് തീർക്കാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് നമ്മുടെ നാട്ടിലെ റോഡുകളുടെ ഈ വൃത്തികെട്ട അവസ്ഥയ്ക്ക് കാരണം. കോൺട്രാക്ടർമാർ കൊടുക്കുന്ന പണം മുഴുവൻ പിടുങ്ങി ഒരു റോഡിന് വേണ്ടി ചിലവാക്കാനുള്ള പണത്തിൻ്റെ ഒരു 30% പോലും റോഡിന് വേണ്ടി ചിലവാക്കുന്നത്. അത് ബാക്കി മുഴുവൻ ഇടനിലക്കാർ വിഴുങ്ങുന്നു.